ഹലോ കിളിക്കുട്ടികളെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും കഥ കേൾക്കാനായിട്ട് കാത്തിരിക്കുകയായിരിക്കും. നമുക്ക് കഥയിലോട്ട് പോവാട്ടോ. പക്ഷേ കൃഷിയും കഴിയാനുള്ള വകയും പാരമ്പര്യമായി അപ്പച്ചിക്ക് കിട്ടിയത് കൊണ്ട് പൈസയ്ക്കോ ഭക്ഷണത്തിനോ ആരുടെയും മുൻപിൽ കൈനീട്ടേണ്ടതായി വന്നിട്ടില്ല. ഞാൻ അപ്പച്ചിയെ സമാധാനപ്പെടുത്തി. അപ്പച്ചി അപ്പച്ചി എന്തിനാ കരയുന്നേ? അപ്പച്ചിക്ക് ഞാനില്ലേ കൂട്ടിനിപ്പോ? അപ്പച്ചി എന്നെ കെട്ടിപ്പിടിച്ചു. എനിക്കും വിഷമമായിട്ടോ. അങ്ങനെ അപ്പച്ചിയെ ഞാൻ ഓരോരോ തമാശകളെല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം രാത്രിയായി. പിറ്റേ ദിവസമാണ് എനിക്ക് കോളേജ് തുറക്കുന്നത്. അതുകൊണ്ട് നേരത്തെ തന്നെ അത്താഴമെല്ലാം കഴിച്ചു ഉറങ്ങാനായിട്ട് കിടന്നു. എന്റെ കട്ടിലും മെത്തയും ജനാലക്കരികിലായതുകൊണ്ട് ദേവകിയമ്മയുടെ വീട് നേരിൽ കാണാം. ലക്ഷ്മിക്കുട്ടിയെ കാണാൻ പറ്റുമോ എന്ന് നോക്കാനായി ഞാൻ ജനാലയിലൂടെ എത്തി നോക്കി. ഇനി കല്യാണ വീട്ടിൽ ആളൊഴിഞ്ഞിട്ടില്ലാന്നേ. ഇന്നത്തേക്ക് ഇത്രമാത്രം. അടുത്ത ലക്കത്തിലൂടെ വീണ്ടും കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരി രാധാമണി.